നമസ്കാരം സ്വന്തങ്ങളെ, വെൽക്കം ടു പൊളി ഫാമിലി ചാനൽ. അപ്പോ എന്താണ് ഒരു ഉഷാറിലാണ്ട്? ഇന്ന് മുഖത്തെ സിരിപ്പ് പറയാ തങ്കത്തോടത്. ഏൻ തെരിയുമാ? അയ്യോ എന്നാ സന്തോഷം. ഓ മാമാവ പിരിയ പോകുന്നു. നീ അങ്ങനെയില്ല, ഇന്ന് ഉണ്ടാവും ഒരു ദിവസം. ഇരിക്കാൻ പറ്റില്ല ആൾക്ക്, എന്നോട് ഇരിക്കാൻ ഇഷ്ടമല്ല. അല്ലല്ല, എനിക്ക് സീസൺ ആണ്, വർക്ക് ഭയങ്കര പ്രഷർ ലോഡായിട്ട് ഓടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് എനിക്ക് അധിക നേരം നിൽക്കില്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാ എന്താണ്, ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് പാലക്കാട് ടു ആലപ്പുഴ പോവാണ്. പോയി റെസ്റ്റ്. நான் 10 நாள் சொன்னேன், அவன் ஒரு மாசம் சொல்றாங்க. சரி பார்க்கலாம், நீ எவ்வளவு நாள் நிக்குன்னு. என்ன பிரிஞ்சு நீ ഇരിക്കോ? നീ പിരിഞ്ഞിരിക്കുക അങ്ങനെയല്ലല്ലോ. ഇപ്പൊക്കെ ഭയങ്കര സംവിധാനമൊക്കെ വന്നല്ലോ, വീഡിയോ കോള് ഫോൺ കോളൊക്കെ ഉണ്ടല്ലോ. എന്താണ് ഓഡിയോ കോളൊക്കെ ഉണ്ട്. அது என்னன்னா ஆல்ரெடி டிசம்பர்ல அவ வீட்டுக்கு போறேன்னு பிளான் பண்ணது. அந்த டைம்ல தான் நமக்கு கன்சீவ் ஆயது. அதனால 3 monthsக்கு எங்கேயும் போக முடியல. அப்போ அவள் வெயிட் பண்ணிட்டு இருந்தா, எப்போ 3 months കഴിയുമെന്ന്. இப்போ 4 months ആச்சு. ഡോക്ടറെ பார்த்துட்டேன். ഇല്ല, നേരത്തെ ഡോക്ടറെ കണ്ടു. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു യാത്രയൊക്കെ ചെയ്യുക, സ്ലോ ആയിട്ട്, കാറിലാണെങ്കിൽ സ്ലോ ആയിട്ട് പതുക്കെ നോക്കി പോവാന്നൊക്കെ പറഞ്ഞു. ഉറക്കം തോന്നണ് സംഭവം. ஆக்சுவலி இது ரொம்ப தூரம் வந்துட்டோம், அதுக்கப்புறம் தான் இன்ட்ரோடக்ஷன் எடுக்கிறோம். ஒரு தூக்கம் முடிஞ்சிருக்கு, அதோட வீடியோ நான் உங்களுக்கு காமிக்கிறேன். அதெல்லாம் எடுத்து நான் சிங்கிளா டிரைவ் பண்ணணும், எனக்கு கம்பெனி கொடுக்குறேன்னு சொல்லி சீட்ல எல்லாம் உட்கார்ந்தா ஒரு மணி நேரம் கழிச்சா இதுதான் ഫ്രണ്ട് സീറ്റിൽ அப்படியே പിന്നാലെ പോയി அப்படியே തൂങ്ങിട്ടാൻ. നല്ല ആള്. അതെന്താ പറയ, പഴയ പോലൊന്നും അല്ല, എനിക്കിപ്പോ കുറച്ച് ടയേർഡ് ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എത്ര വയ്യെങ്കിലും എത്ര ടയേർഡാണെങ്കിലും ഞാൻ ഉറങ്ങുകയില്ല. എന്റെ ആ പാലക്കാട് നിന്ന് ഇവിടെ അത് ലാസ്റ്റ് ടൈം ഒക്കെ ആലപ്പുഴ വന്നപ്പോ അങ്ങനെ തന്നെ എന്റെ ഒപ്പം കമ്പനി ആയിട്ട് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ചെറിയ കുറച്ചു നേരമൊക്കെ ഉറങ്ങും. ഫ്രണ്ട് തന്നെ ഇരിക്കുള്ളൂ, ഞാൻ ബാക്കിൽ എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഇരിക്കില്ല. ഇത് എനിക്ക് കുറച്ച് വയ്യാണ്ടായത് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ രാവിലെ ഇല്ല, ഒരു 7 മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് കഴിച്ചു, ആൾക്ക് ടയേർഡായി, ആളെങ്ങനെ റെസ്റ്റ് എടുത്തു. ഫുഡ് കഴിച്ചു ടയേർഡായതല്ല, ട്രാവലിന്റെ ഒരു ടയേർഡ്. എനിക്കെന്താ വെച്ചാൽ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയാൽ എനിക്ക് അങ്ങനെ ഇല്ല, ചെറുതായിട്ട് മൈൽഡായിട്ട് സോങ് ഒക്കെ വെച്ച് നല്ല രസത്തിൽ ഇങ്ങനെ കേട്ട് എത്തി. ഞങ്ങളത് മൂവാറ്റുപുഴ ഓൾറെഡി ഒരു മൊത്തം 220 കിലോമീറ്റർ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. പില്ലോ ബെഡ്ഷീറ്റ് എല്ലാം ഇருக்கு. പകുതി ദൂരം എത്തി കഴിഞ്ഞു. ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ യാത്ര. എന്തായാലും രാവിലെ 6 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ ചിലര് 2 ദിവസം മുമ്പേ പറഞ്ഞു. എന്നിട്ട് തലേ ദിവസം ആയപ്പോ പറഞ്ഞു 7 മണിയായി. അതിനുശേഷം പിന്നെ രാത്രി കിടക്കുമ്പോ പിന്നെ അത് രാവിലെ നമുക്ക് 8 മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ രാവിലെ കുറച്ച് നേരത്തെ എണീക്കുകയാണെങ്കിൽ കുത്തിപ്പൊക്കാലെന്ന് കരുതി രാവിലെ ഞാൻ 6 മണിക്കൊക്കെ എണീറ്റ് ഒരു 6:30 ആയപ്പോ ഞാൻ റെഡിയായി. അതിനെന്താണ് കുഴപ്പമില്ല, നമ്മൾ കാറിലല്ലേ, കറക്റ്റ് ടൈം പോകണമെന്നില്ലല്ലോ. വല്ല ഫ്ലൈറ്റോ ട്രെയിനോ പിടിക്കുകയാണെങ്കിൽ കറക്റ്റ് ടൈമിൽ പോവാ, ബസ് പിടിക്കുകയാണെങ്കിലും പോവാ. കാറിൽ എപ്പോ വേണമെങ്കിലും പോവാം, നമുക്ക് നേരെ വീട്ടിക്ക് നേരെ വീട്ടിക്ക്. അതല്ല, ട്രാഫിക് ഉണ്ടാവണ്ട, വെറുതെ അലച്ചിട്ട് വേണ്ട. രാവിലെ ചൂട്, ആ ചൂടില്ലാത്ത സമയത്ത് ഇറങ്ങണം. ഇപ്പൊ പാലക്കാടിൽ എന്താ ചൂട്, പാലക്കാടല്ലേ ഇപ്പൊ എല്ലാവിടെയും ചൂടന്നെ. അപ്പൊ ആ ചൂട് വെറുതെ ഇതാവണ്ട പറഞ്ഞിട്ടാണ്. എന്താ സുഖമായി AC ഇട്ട് കിടന്നുറങ്ങിട്ട് വരുന്നല്ലേ നിനക്ക്. നമ്മള് ഭയങ്കര സ്ട്രെസ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യണം, എനിക്കത്ര ഇതില്ല. അങ്ങനെയല്ല, രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങണ നല്ലതല്ലേ പറഞ്ഞിട്ടാണ്. சரி, எனிவே எப்படியும் கிளம்பியாச்சு. இப்போ கொஞ்சம் தூரம் ஆச்சு. இனி ஆலப்புழையில போய் இனி அவளோட ஊர்ல விசேஷம் தான். உச்சக்கு வீட்டுக்கு போயிட்டாണ് ஃபுட் ஹோம்லி ஃபுட் ஆலப்புழை ஸ்பெஷல். ஓகே, அப்போ அந்த வீடியோ உங்களுக்கு காட்டுறேன். நாங்கள் டிரைவ் பண்ணும்போது ஏதாவது விசித்திரமாக நடந்துருச்சுன்னா அது உங்களுக்கு காட்டுறேன். ഓയ് എന്താണ് എസ്കാൻ തുടങ്ങിയില്ലേ? എന്താണ് നിന്റെ സ്പെഷ്യൽ? എന്താണ് ഇതാണ് കോമ്പിനേഷൻ. നമ്മള് മാത്രം എപ്പോഴും എന്താ അപ്പം, ഞങ്ങളുടെ പാലക്കാടൻ ട്രഡീഷണൽ. ഇതുപോലെ വന്നില്ലല്ലേ? ഏത് കള്ളപ്പം പോലെ അല്ലേ? ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലല്ലോ.
എന്തെങ്കിലും കഴിച്ചു നോക്കാം, ചിലപ്പോൾ ടേസ്റ്റ് ആയിരിക്കട്ടെ. നമ്മൾ ഈ എറണാകുളമൊക്കെ വന്നു കഴിഞ്ഞാൽ നോൺ വെജിനൊക്കെ നല്ല പ്രിഫറൻസാണ് വരില്ലേ. നോടെ ഇനി ആലപ്പുഴത്തേനോ എറണാകുളത്തേനോ ടേസ്റ്റ് നോക്കട്ടെ, ട്രൈ ചെയ്യുന്നോ. ശരി, കഴിച്ചിട്ട് പറയാം. എന്താ കുഞ്ഞാ ഫ്ലൈറ്റ് മാറിപ്പോയാ? സ്വന്തങ്ങളെ ഇത് എവിടെ പോയാലുള്ള പരിപാടിയാണ്. അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ഓർഡർ ചെയ്യും, പക്ഷെ അവൾ കഴിക്കില്ല. അവസാനം ഞാൻ കഴിക്കേണ്ടി വരും. എനിക്കിഷ്ടമുള്ളത് അവൾ കഴിക്കും. നിന്റെ മെനു കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉസ്പേത്തി വിട്ടോ. അവസാനം ഞാൻ കഴിക്കണ്ട. എൻ്റെ ആപ്പും കറി എനിക്കത് പിടിച്ചില്ല. ഒരു ഹോട്ടൽ ഇത്തിരി പുളിയൊക്കെ ഒരു ഭർത്താവായി എന്തൊക്കെ സഹിക്കണം കണ്ട. ഒരിടത്ത് പോയാൽ എന്നെ വിടാൻ ഒരു ഉദ്ദേശമില്ല അല്ലേ നിനക്ക്? പാലക്കാട് പറ്റാണ്ടിട്ടാണ് ആലപ്പുഴ വന്നിട്ട്. എനിക്ക് കോളറുള്ളവരുടെ എടുക്കണമെന്ന്. എൻ്റെ യൂണിഫോം മതി, അതിൽ കോളറുണ്ട്. ആലപ്പുഴയും പാലക്കാടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ? പാടം നല്ല ഭംഗി, ബ്യൂട്ടിയാണ് കേട്ടോ. അത് പാലക്കാട് ബ്യൂട്ടിയാണ്. ചൂട് പാലക്കാട് കൂടുതലാണ്, പക്ഷെ ഏകദേശം ഇവിടെ നല്ല ചൂട്. ചുറ്റും വെള്ളം കൊണ്ട് ചൂടിന് കുറവൊന്നുമില്ല. വെള്ളം കയറി കഴിഞ്ഞാലാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് വരിക. 2-3 മാസം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ കുറച്ച് പാടാണ്. അതന്നെ പ്രശ്നം. എല്ലാവർക്കും കുറച്ച് സങ്കടകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും മഴയൊക്കെ ഒരുപാട് പെയ്ത് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്യൂട്ടി ആണ് ഭയങ്കര. എന്ത് രസമല്ലേ? രാവിലെ തന്നെ ഫ്രഷ് മീൻ വാങ്ങിത്തരാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഫ്രഷ് മീനല്ല, കക്കാറച്ചി വാങ്ങിക്കാൻ വന്നതാ. ഫ്രഷ് മീൻ കായലിൽ ഇറങ്ങി പിടിച്ചോ. പക്ഷെ ഇവിടെ ഫ്രഷ് മീൻ എങ്ങനെയാണ് വാങ്ങിക്കൊണ്ടുവരുന്നത്? കുഞ്ഞ, എന്റെ മുഖത്തൊരു വിഷമമുണ്ട്. എന്താ പറയാ, നിന്നെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം. അതൊക്കെ റീലിന് വേണ്ടി ചെയ്താണ്. പക്ഷെ നിന്നെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ ചെയ്യാന്നറിയില്ല. ഞാൻ പിള്ളേരായിട്ടൊരു ട്രിപ്പ് പോയാലെന്ന് ആലോചിക്കണം ഈ ഫീല് വേണ്ടിട്ട്. ഒരു ടൂർ പോയാലും പക്ഷെ എത്രയും ദിവസം കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് വിട്ട് പിരിഞ്ഞ തോന്നുന്നു അല്ലേ? 10 ദിവസമൊക്കെ ഇരുന്നുണ്ടോ? ഒക്ടോബർ ലക്ഷദ്വീപ് പോയിട്ട് വന്നിട്ട്. അത് 10 ദിവസം ഇല്ലല്ലോ, 4 days 5 days ആണ്. ഒരാഴ്ച മേലെ ഇരുന്നു. പക്ഷെ ഇപ്പൊ ഈ സിറ്റുവേഷനില് എനിക്ക് വിട്ടുപിരിയാനുള്ള സങ്കടം ഉണ്ട് സത്യമായിട്ടുണ്ട്. എന്നാലും പിന്നെ മരുവാടനും വീട്ടിലില്ല, അവിടെ ആണെങ്കിലും. എനിക്ക് വർക്ക് പ്രഷർ കുറച്ച് കൂടുതലാണ്. നമുക്ക് സീസണാണ്, വർക്ക് കൂടുതലുള്ളതാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് വർക്ക് ചെയ്യും, മരുവാടൻ അവിടെ ഓടി വർക്ക് ചെയ്യും. അതെ, എന്തായാലും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഇരിക്കി, രണ്ടുപേരിനെയും നോക്ക് അല്ലേ? ഞാനിവിടെ ഇറങ്ങുകയാണ്. നെക്സ്റ്റ് ഡേ ചൂടുണ്ട്, ഇവിടെ ചൂടുണ്ട്. മഴ പെയ്തു, അതുകൊണ്ട് എവിടെയും പുറത്തു പോകാൻ പറ്റില്ല. നിങ്ങൾ ചുറ്റുപാട് ആലപ്പുഴ വന്നത് 3 മണിക്ക്. അതിനുശേഷം വന്ന് കഴിച്ച് കുറച്ചു നേരം ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഇവിടെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി. അതേ പോയുള്ളൂ, പുറത്തൊന്നും ഇറങ്ങാൻ പോയില്ല. പിന്നെ എനിക്ക് 2 ദിവസം നിൽക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പോവാണ്. രാവിലെ ഒരു സെന്റിമെന്റ് ആണ്. ഇപ്പൊ ചെറുക്കുന്നുണ്ടല്ലേ, രാവിലെ എന്നെ വിട്ട് പിരിയാനുള്ള വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടൊക്കെ പറഞ്ഞു. എന്താ എടി ഇല്ലെത്തി പോവാ. ഞാൻ പോണതിൽ സങ്കടമൊന്നുമില്ല എനിക്ക്. ഇല്ലല്ലേ? എന്ത് സങ്കടം? കണ്ടെന്ന് അറിയണം. അമ്മ പോയിട്ട് വരാവേ. ഒരു ഹായ്. ഇത് കണ്ടാ അമ്മ അപ്പഴും തിരിക്കുക, അവനെ ക്യാമറ പിടിക്കില്ല. അമ്മ പോണോ?